ഞാനൊരു വേറെ വീഡിയോ എത്തിയെന്നത് എന്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റിൽ ഒന്നായിരിക്കും വീഡിയോ എത്തിയതിനെ കുറിച്ച്. സോ നിങ്ങൾ എന്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഞാൻ ഈ 7 സ്റ്റെപ്പിലൂടെയാണ് എന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. ഈ 7 സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ വേറെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി എഡിറ്റിംഗ് മാസ്റ്റർ ക്ലാസ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാൽ സെലക്ടിങ് എ വീഡിയോ എഡിറ്റിംഗ് ടൂൾ. നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്തെന്നാൽ പല വീഡിയോ എഡിറ്റിംഗ് ടൂളുകളും പെയ്ഡാണ്, അല്ലെങ്കിൽ ആ വീഡിയോയുടെ എവിടെയെങ്കിലും അവരുടെ വാട്ടർമാർക്ക് കാണും. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് CapCut ആണ്. കാരണം CapCutന് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ CapCut ഈസ് വെരി സിമ്പിൾ ടു എഡിറ്റ്. പിന്നെ വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ടർമാർക്ക് കാണാൻ കഴിയില്ല. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പിൽ മൊബൈൽ ഫോണിലും CapCut യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് CapCut മൊബൈലിന്റെ പ്രോ വെർഷനിലാണ്. നിങ്ങൾക്ക് CapCut മൊബൈലിന്റെ പ്രോ വെർഷൻ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. സോ നമ്മുടെ വൈറൽ വീഡിയോ എഡിറ്റിംഗിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തെന്നാൽ ഇമ്പോർട്ടിംഗ് എ റോൾ. ആദ്യമായി എ റോൾ എന്തെന്നാൽ നമ്മുടെ വീഡിയോയിലെ മെയിൻ ഫുട്ടേജസിനെയാണ് എ റോൾ എന്ന് പറയുക. എക്സാമ്പിൾ, നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന ഈ മെയിൻ ഫുട്ടേജസുകളെ നമ്മൾ എ റോൾ എന്ന് പറയാറുണ്ട്. സോ ഈ ഫുട്ടേജസുകളെ നമ്മുടെ വീഡിയോ എഡിറ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും ഈ സെയിം സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയായിരിക്കും. പിന്നെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസിലെ തെറ്റിയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. അടുത്തതായിട്ട് നമ്മുടെ ഓഡിയോ നോക്കിയാൽ കുറച്ച് ഗ്യാപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന പൗസസും നമ്മൾ ശ്വാസം എടുക്കുന്നതും പിന്നെ അപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നതെല്ലാം ഇതിൽ കാണും. സോ ഈ ഗ്യാപ്പുകളെല്ലാം കട്ട് ചെയ്ത് കളയുക. പിന്നെ നിങ്ങൾക്ക് എന്റെ ചാനലിനെ പോലെ വോയിസ് മാത്രമേ ഉള്ളൂവെങ്കിലും ഈ സെയിം സ്റ്റെപ്പിനെ ഫോളോ ചെയ്താൽ മതിയായിരിക്കും. സോ ഇതിലൂടെ മാത്രം തന്നെ നമ്മുടെ വീഡിയോസ് 20% ബെറ്റർ എൻഗേജിംഗ് ആയി മാറിക്കാണും. ഇനി നമ്മുടെ വൈറൽ വീഡിയോ എഡിറ്റിംഗിന്റെ തേർഡ് സ്റ്റെപ്പ് എന്തെന്നാൽ ആഡിംഗ് ബി റോൾ. ആദ്യം എന്താണ് ബി റോൾസ്? നമ്മുടെ വീഡിയോസിലെ സെക്കൻഡറി ക്ലിപ്സിനെയാണ് ബി റോൾ എന്ന് പറയുക. എക്സാമ്പിൾ, ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് പറയുന്ന മെയിൻ ക്ലിപ്സിനെ നമ്മൾ എ റോൾ എന്ന് പറയുമെങ്കിൽ സെക്കൻഡറി ആയിട്ട് ആഡ് ചെയ്യുന്ന ക്ലിപ്സിനെ നമ്മൾ ബി റോൾ എന്ന് പറയും. പിന്നെ വേറൊരു ഐറ്റം ബി റോൾ ക്ലിപ്സ് ആണ് സ്റ്റോക്ക് ഫുട്ടേജസ്. ഇതിനെയാണ് ഞാൻ എന്റെ വീഡിയോയിൽ ബി റോൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ബി റോൾ ക്ലിപ്സ് എവിടെ നിന്ന് കിട്ടുമെന്നായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ക്ലിപ്സ് യൂസ് ചെയ്യാം. പിന്നെ കൺഗ്രാറ്റുലേഷൻസ്, നാളെ ഉറങ്ങി എണീറ്റ് ചാനലിൽ നോക്കുമ്പോൾ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാണാൻ കഴിയും. സോ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ 2 വെബ്സൈറ്റ് ആണ് പെക്സൽസും പെക്സാബയും. ഇവിടെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഫുട്ടേജസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, എനിക്ക് ഒരാൾ ഉറങ്ങുന്ന വീഡിയോ വേണമെന്ന് കരുതുക. നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് സ്ലീപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാണാൻ കഴിയും. അതിൽ നിന്ന് ഇഷ്ടമുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലൂടെ തന്നെ നമ്മുടെ വീഡിയോ 35% ബെറ്റർ എൻഗേജിംഗ് ആയി മാറിക്കഴിഞ്ഞു. ഇത് നമ്മുടെ വൈറൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന്റെ 4ാമത്തെ സ്റ്റെപ്പ് എന്തെന്നാൽ റിട്ടൻഷൻ എഡിറ്റിംഗ്. അതായത് റിട്ടൻഷൻ എഡിറ്റിംഗ് എന്തെന്നാൽ നമ്മുടെ ഓഡിയൻസ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ വീഡിയോ മുഴുവനായി കാണുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം വർഷങ്ങൾ കൂടുന്തോറും നമ്മുടെ മനുഷ്യരുടെ ഫോക്കസ് കുറഞ്ഞു വരികയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു എഡിറ്റിംഗ് ട്രിക്ക് യൂസ് ചെയ്യും. ഒരു 5-4 സെക്കൻഡിൽ നമ്മൾ വിഷ്വൽസ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. എക്സാമ്പിൾ, എന്റെ ഈ വീഡിയോ നോക്കുക, ഞാൻ ഓരോ 4 സെക്കൻഡിലും എന്റെ വീഡിയോയിലെ വിഷ്വൽസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഞാൻ മാക്സിമം ഓഡിയൻസിനെയും പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ എഡിറ്റിംഗ് ട്രിക്ക് ആക്ച്വലി സിനിമകളിലാണ് യൂസ് ചെയ്യുന്നത്, സിനിമകൾ കുറച്ചും കൂടി എൻഗേജിംഗ് ആക്കാൻ വേണ്ടി. പക്ഷേ ഈ ട്രിക്ക് മിസ്റ്റർ ബീസ്റ്റ് പോലത്തെ വലിയ യൂട്യൂബേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ വീഡിയോസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോ 5 സെക്കൻഡിലും വിഷ്വൽസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എക്സാമ്പിൾ, നിങ്ങൾക്ക് അവിടെ ഒരു ബി റോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഐക്കൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ ചെറിയ സൂം എഫക്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലൂടെ തന്നെ നമ്മുടെ വീഡിയോ 50% എൻഗേജിംഗ് ആയി മാറിക്കഴിഞ്ഞു. ഇത് നമ്മുടെ വൈറൽ വീഡിയോ എഡിറ്റിംഗിന്റെ 5ാമത്തെ സ്റ്റെപ്പ് എന്തെന്നാൽ ആഡിംഗ് ടെക്സ്റ്റ്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എഡിറ്റിംഗ് ട്രിക്ക് ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാസീവ് പ്രോസസ് ആണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ ഇതൊരു ആക്റ്റീവ് പ്രോസസ്സായി മാറും. അതായത് സ്ക്രീനിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുന്നത് വ്യൂവറിന്റെ ഇൻട്രസ്റ്റ് കൂട്ടാൻ സഹായിക്കും. ഇനി CapCutൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പലതരം ആനിമേഷൻസ് കാണാൻ കഴിയും. പിന്നെ ടെക്സ്റ്റിന്റെ ഫോണ്ടും കളേഴ്സ് മാറ്റാനുള്ള ഓപ്ഷൻസും CapCutൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ 58% എൻഗേജിംഗ് ആയി മാറിക്കഴിഞ്ഞു. ഇനി നമ്മുടെ വൈറൽ വീഡിയോ എഡിറ്റിംഗിന്റെ 6ാമത്തെ സ്റ്റെപ്പ് എന്തെന്നാൽ ആഡിംഗ് സൗണ്ട് ഡിസൈൻ. നമ്മുടെ വീഡിയോയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സൗണ്ട് ഡിസൈൻ. സോ സൗണ്ട് ഡിസൈൻ ആഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോ ടോട്ടലായിട്ട് 73% എൻഗേജിംഗ് ആയി മാറിക്കഴിയും. ഓരോ ഓഡിയൻസിനെ എമോഷണലി ഹുക്ക് ചെയ്യാൻ വേണ്ടി പല വലിയ ക്രിയേറ്റേഴ്സും സൗണ്ട് ഡിസൈൻ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, ഇവിടെ ഒരു പ്രേതം എന്നത് നിങ്ങൾ കണ്ടു കാണാം. ഇനി ഒരിക്കൽ കൂടി നോക്കുക. നിങ്ങൾക്കിതിൽ ഏതാണ് നല്ല എഫക്റ്റീവായി തോന്നിയത്? ഉറപ്പായി സൗണ്ട് ഡിസൈൻ ഉള്ളതായിരിക്കും. സോ ഇതുപോലെ നമുക്കും നമ്മുടെ വീഡിയോസിൽ എങ്ങനെ സൗണ്ട് ഡിസൈൻസ് ആഡ് ചെയ്യാം. എക്സാമ്പിൾ, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പൈസയെ കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ പൈസയെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ
ഒരു ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഒരു ക്ലിക്ക് സൗണ്ട് എഫക്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുമല്ല ഒരു ടൈപ്പിംഗ് ടെക്സ്റ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ ഒരു ടൈപ്പിംഗ് സൗണ്ട് എഫക്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇനി നമ്മുടെ വൈറൽ വീഡിയോ എഡിറ്റിംഗിന്റെ 7ാമത്തെ സ്റ്റെപ്പ് എന്തെന്നാൽ ആഡിംഗ് ട്രാൻസിഷൻസ്. ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രാൻസിഷൻസ് ഉപയോഗിക്കാറുണ്ട്. ക്യാപ്കട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസിഷൻസ് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഏത് സീനിലാണോ ട്രാൻസിഷൻസ് ആഡ് ചെയ്യേണ്ടത് അവിടെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫിലിം ബേൺ ട്രാൻസിഷൻസ് യൂസ് ചെയ്യാൻ കഴിയും. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫിലിം ബേൺ ട്രാൻസിഷൻസ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിലിം ബേൺ ട്രാൻസിഷൻസ് അവിടെ കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ വീഡിയോ 79% എൻഗേജിംഗ് ആയി മാറിക്കഴിഞ്ഞു. ഇനി നമ്മുടെ വൈറൽ വീഡിയോ എഡിറ്റിംഗിന്റെ 8ാമത്തെ സ്റ്റെപ്പ് എന്തെന്നാൽ ആഡിങ് ആനിമേഷൻസ്. നമ്മുടെ വീഡിയോക്ക് ഒരു ജീവൻ കൊടുക്കണമെങ്കിൽ ആനിമേഷൻസ് വേണം. എക്സാമ്പിൾ നിങ്ങൾ ഒരു ഐക്കൺ ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടെ ഈ ഐക്കൺ വരുമ്പോൾ ഒരു ആനിമേഷൻസ് കൊടുക്കാം. ക്യാപ്കട്ടിൽ ആനിമേഷൻസ് സെക്ഷനിൽ പോയാൽ അവിടെ ഇഷ്ടംപോലെ ആനിമേഷൻസ് കാണാൻ കഴിയും. പിന്നെ നിങ്ങൾക്കൊരു സ്റ്റിൽ ഇമേജ് നിങ്ങളുടെ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സൂം എഫക്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലൂടെ തന്നെ ആ ഇമേജിനെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി മാറ്റാൻ പറ്റും. സോ ഇതിലൂടെ നമ്മൾ 84% വീഡിയോ എൻഗേജിംഗ് ആയി മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തെന്നാൽ ആഡിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. മ്യൂസിക്കിന് നമ്മളെ എമോഷണലി കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഒരു അടിപൊളി BGM പാട്ടിട്ടാൽ നിങ്ങളിപ്പോ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു ഹാപ്പി മൂഡിൽ കൊണ്ടുവരാനും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ശോകഗാനം ഇപ്പോൾ ഇടുകയാണെങ്കിൽ നിങ്ങളെ ഒരു സാഡ് മൂഡിൽ കൊണ്ടുവരാനും പറ്റും. സോ നിങ്ങളുടെ വീഡിയോയുടെ മൂഡ് അനുസരിച്ച് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതുകൊണ്ടാണ് നാം ആരും പോയി റോക്കി ബൈയുടെ BGM ഒന്നും വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക. അവസാനം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് നിങ്ങളുടെ വീഡിയോനെ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയും. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് 7 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് 90% വീഡിയോ എൻഗേജിംഗ് മാറ്റാൻ കഴിയും. ബാക്കി 10% നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് തരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് 20K ലൈക്സ് വരികയാണെങ്കിൽ നമ്മൾ ക്യാപ്കട്ട് മൊബൈലിന്റെ പ്രോ വെർഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ഐഡിയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബൈ ബൈ.